മലപ്പുറത്തെ പാങ്ങെന്ന നാട്ടിൽ നിന്നും വിനോദയാത്ര പോയ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ അടങ്ങുന്ന സംഘമാണ് വാൽപ്പാറയിൽ അപകടത്തിൽപ്പെട്ടത്. 10 പേർ ആ അപകടത്തിൽ മരിച്ചു എന്ന ഞെട്ടലാണ് ഇപ്പോൾ ആ നാട്ടിലാകെ ഉണ്ടായിരിക്കുന്നത്. അവർ ആ വാർത്ത ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടില്ല, അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പാങ് അവിടെ സ്കൂളിനടുത്ത് എത്തിച്ചേരുന്ന നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ കാണാം. മറുഭാഗത്ത് പൊള്ളാച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു. അവിടെ ആശുപത്രിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. 10 പേരുടെ മൃതദേഹങ്ങൾ പുലർച്ചെയോടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങൾ. മറുഭാഗത്ത് അപകടത്തിൽപ്പെട്ട വാഹനം കാണാം. ഇപ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടി തന്നെ ഈ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായ അധ്യാപികമാരുടെ ഒപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ ചിത്രം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഷക്കീല എന്ന അധ്യാപിക, റുഖിയ എന്നത് മജീദ് മാസ്റ്ററുടെ ഭാര്യയാണ്. മജീദ് മാസ്റ്ററും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. റുഖിയ, ആശ മറ്റൊരു അധ്യാപികയാണ്. അജിത പ്രധാന അധ്യാപികയാണ്. പാലൂർ UP സ്കൂളിലെ അധ്യാപികയാണ് അജിത എന്നാണ്. പാലൂർ സ്കൂളിലെ HM ആണ് അജിത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുഹറ എന്ന മറ്റൊരു അധ്യാപിക, റംല എന്ന അധ്യാപിക, സാജിദ സ്കൂളിലെ പാചക തൊഴിലാളിയാണ്. ഇവരെല്ലാം ചേർന്ന് ഇതൊരു ഔദ്യോഗിക യാത്രയല്ല, സ്കൂളിൽ നിന്ന് പോയൊരു ഔദ്യോഗിക യാത്രയല്ല, മറിച്ച് ഇവരെല്ലാം തമ്മിൽ സൂക്ഷിക്കുന്ന സൗഹൃദം, അത് ആ രീതിയിലൊരു സൗഹൃദ യാത്രയാണ്. എല്ലാ വർഷവും പോകാറുള്ളത് പോലെ ഇത്തവണയും അത്തരത്തിൽ പോയ ഒരു യാത്രയാണ് ഈ രീതിയിൽ വലിയൊരു ദുരന്തമായി മാറിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ 7 പേർ കാണാം നമുക്ക്. ഇതല്ലാതെ ഇനി 3 പേർ കൂടി ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മജീദ് മാസ്റ്ററാണ്, മറ്റൊരു കുട്ടിയുണ്ട്. അത്തരം വിവരങ്ങൾ കൂടി അല്പസമയം മുൻപാണ് പുറത്തേക്ക് വന്നത്. ഈ 10 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ബന്ധുക്കൾ ഒക്കെ ഇപ്പോൾ പൊള്ളാച്ചി ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ ദൃശ്യം ഒരു ടെമ്പോ ട്രാവലറാണ് അത് എന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാത്ത വിധം അത് തവിടുപൊടിയായി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ രീതിയിൽ ആയിട്ടുണ്ട് ആ വാഹനം. അതാണ് ഈ അപകടത്തിൻ്റെ തോത് ഇത്രമേൽ കൂടാൻ കാരണമെന്നും അറിയാം. 13ാം ഹെയർപിൻ വളവിൽ നിന്നാണ് 9ാം വളവിലേക്ക് ഇത് മറിഞ്ഞത്, ആ താഴ്ചയിലേക്ക് മറിഞ്ഞു പോയത് എന്നത് ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.